ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ ഹൈസ. നാഷണൽ NGO കോൺഫെഡറേഷന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഇംപ്ലിമെന്റിംഗ് സപ്പോർട്ടിംഗ് ഏജൻസിയായ മൂവാറ്റുപുഴ സീഡ് സൊസൈറ്റിയുടെ സമ്പൂർണ്ണ വാർഷികവും ഗുണഭോക്തൃ സംഗമവും സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ PP എൽദോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാഷണൽ NGO കോൺഫെഡറേഷന് കീഴിൽ പ്രവർത്തിച്ചുവരുന്ന ഇംപ്രൂവ്മെന്റ് സപ്പോർട്ടിംഗ് ഏജൻസിയായ മൂവാറ്റുപുഴ സീഡ് സൊസൈറ്റിയുടെ 2024-25 വർഷത്തെ സമ്പൂർണ്ണ വാർഷിക പദ്ധതി വിശദീകരണവും ഗുണഭോക്തൃ സംഗമവുമാണ് സംഘടിപ്പിച്ചത്. മൂവാറ്റുപുഴ ടൗൺ ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ PP എൽദോസ് ഉദ്ഘാടനം ചെയ്തു. വനിതകളുടെ ഉന്നമനവും ശാക്തീകരണവും ലക്ഷ്യമിട്ടാണ് സ്പ്യാഡ്സിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനം നടത്തുന്നത്. ഇതിനോടകം ലാപ്ടോപ്പുകൾ, തയ്യൽ മെഷീനുകൾ, കർഷകർക്ക് വളം, വാട്ടർ പ്യൂരിഫയർ എന്നിവ പകുതി വിലയ്ക്ക് നൽകി കഴിഞ്ഞു. മൂവാറ്റുപുഴയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വനിതകൾക്കായി 1250 ഇരുചക്ര വാഹനങ്ങളുടെ രജിസ്ട്രേഷനാണ് ഇന്നലെ മാത്രം പൂർത്തീകരിച്ചത്. സ്പ്യാഡ്സ് നാഷണൽ കോർഡിനേറ്റർ അനന്തു കൃഷ്ണൻ പദ്ധതിയുടെ വിശദീകരണം നടത്തി. ഗുണഭോക്തൃ സംഗമത്തിന്റെ ഭാഗമായി ജൈവഗ്രാമം പദ്ധതിയും ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ ജൈവഗ്രാമം പദ്ധതിയുടെ തുടക്കം കുറിച്ചു. ഈ നാടിൻ്റെ വികസനവും വികാസവും അതോടൊപ്പം തന്നെ നമ്മുടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുമൊക്കെ തന്നെ സർക്കാരുകളുടെ ക്ഷേമ പ്രവർത്തനങ്ങളെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു കാലഘട്ടമാണ്. ഇനി നമ്മുടെ മുന്നോട്ട് പോക്കിന് ഇത്തരത്തിലുള്ള NGOകൾ, നമ്മുടെ നാട്ടിൽ മറ്റ് തരത്തിൽ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നവർ, സാമ്പത്തിക സ്ഥാപനങ്ങൾ, ഇവരൊക്കെ തന്നെ ആ നാടിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ കൈകോർക്കേണ്ടതുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ വളരെ സ്തുത്യർഹമായ രീതിയിൽ NGO കോൺഫെഡറേഷൻ വിവിധ സംഘടനകളെ കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തുന്ന ഈ വലിയ പ്രവർത്തനത്തിന് ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ചടങ്ങിൽ സ്പ്യാഡ്സ് ചെയർപേഴ്സൺ ഷീബ സുരേഷ് അധ്യക്ഷത വഹിച്ചു. സ്പ്യാഡ്സ് വൈസ് ചെയർപേഴ്സൺ ഇന്ദിര K. നായർ, സ്പ്യാഡ്സ് സെക്രട്ടറി സുമ അനിൽകുമാർ, കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത് ബേബി, പായ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM അസീസ്, പായ്പ്ര ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മാത്യൂസ് വർഗി, മൂവാറ്റുപുഴ സീഡ് സൊസൈറ്റി ട്രഷറർ പ്രമീള ഗിരീഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.